കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കണ്ണൂർ പയ്യാവൂർ ചന്ദനാക്കാംപാറ റോഡിൽ നിന്ന് നെല്ലിക്കുറ്റി വണ്ണായിക്കടവ് പാലം മുങ്ങി. ചെറുകുന്ന് സ്കൂളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ സ്കൂളിന് അവധി നൽകി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ചേരുന്നു. ആദ്യം ദിസ്നയിലേക്ക് പോവുകയാണ്. ദിസ്ന, കോഴിക്കോട് ഇപ്പോഴും മഴ കനത്ത് പെയ്യുകയാണോ? വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന റിപ്പോർട്ട് പുറത്ത് വരുന്നു. വെള്ളക്കെട്ട് ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജനങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ദിസ്ന. തീർച്ചയായും അനിൽ നമ്പ്യാർ, കോഴിക്കോടിന്റെ നഗര മലയോര പ്രദേശങ്ങളിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അനിൽ നമ്പ്യാർ ചോദിച്ചതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നിരവധി തവണ കോർപ്പറേഷന് മുന്നിൽ ഒരു ജനകീയ പ്രശ്നമായി തന്നെ അവതരിപ്പിച്ചതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് BJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും ഈ തോണി തുഴഞ്ഞുള്ള സമരമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എന്നാൽ മഴ പെയ്യുമ്പോൾ റോഡുകളൊക്കെ തന്നെയും തോടായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കോഴിക്കോട് നഗരം എത്തിയിട്ടുള്ളത്. അതിന് യാതൊരു തരത്തിലുള്ള പരിഹാരവും കോഴിക്കോട് കോർപ്പറേഷൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രധാനമായും ഈ നഗരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മാനാഞ്ചിറ, കിഡ്സാൻ കോർണർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇപ്പോഴും വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ അതിശക്തമായ മഴ തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് മുക്കം, കാരശ്ശേരി, ചാത്തമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെയും അതിശക്തമായ മഴയാണ് ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉർക്കടവിന്റെ ഷട്ടറുകളൊക്കെ തന്നെയും പൂർണ്ണമായും തുറന്നിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രദേശമാണ് കോഴിക്കോടിന്റെ വിലങ്ങാട്. വയനാടിന് സമാനമായ ദിവസമാണ് ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായത്. എന്നാൽ ആ ജനതകളുടെ പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം സമാനമായി അവർ വില്ലേജ് ഓഫീസ് അടക്കം ഉപരോധിച്ച് സമരവുമായി ഈ മഴയത്ത് രംഗത്ത് വന്നതൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചാത്തമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെറുപുഴയിൽ കാണാതായ വയോധികന് വേണ്ടിയുള്ള തിരച്ചിൽ മുക്കം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നു വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിലങ്ങാടിലെ സെന്റ് ജോർജ് സ്കൂളിന് ഈ മഴ ശക്തമായതിനെ തുടർന്ന് അവധിയും നൽകിയിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. മലബാറിൽ കനത്ത മഴ തുടരുന്നു. കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണെന്നാണ് ദിസ്ന റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കണ്ണൂരിലേക്ക് പോവാം. പയ്യാവൂർ ചന്ദനാക്കാംപാറ റോഡിൽ ഉള്ള നെല്ലിക്കുറ്റി വണ്ണായിക്കടവ് പാലം മുങ്ങിയിരിക്കുന്നു. ചെറുകുന്ന് സ്കൂളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ സ്കൂളിന് അവധി നൽകി. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഈ കനത്ത മഴ എന്തൊക്കെ നാശമാണ് വിതച്ചിരിക്കുന്നത് കണ്ണൂരിലും അതുപോലെ കാസർഗോഡ് മേഖലകളിലും? അനിൽ നമ്പ്യാർ, കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ് ഈ ഓറഞ്ച് അലർട്ട് ദിവസം ഉള്ളത് എന്നാണ് എടുത്തു പറയേണ്ടത്. കാരണം മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ ചില നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പയ്യാവൂർ ചന്ദനക്കാംപാറ റോഡിൽ നിന്ന് നെല്ലിക്കുറ്റി ചെമ്പേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ വണ്ണായിക്കടവ് പാലമാണ് കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങിയത്. തുടർച്ചയായി 3-ാം ദിവസമാണ് ഇത്തരത്തിൽ ഈ റോഡ് വെള്ളത്തിൽ മുങ്ങുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കൂടിയാണ്. മാത്രമല്ല സ്കൂൾ പ്രവൃത്തി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ ഈ ഭാഗത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വെള്ളത്തിന്റെ ഒരു അവസ്ഥ കണ്ട് നാട്ടുകാരാണ് കുട്ടികളെ മടക്കി വീട്ടിലേക്ക് തിരിച്ചയച്ചത്. സമാനമായൊരു സാഹചര്യമാണ് കണ്ണൂർ ചെറുകുന്ന് സ്കൂളിലുമുള്ളത്. അവിടെ ഒരു വ്യാപകമായി വെള്ളക്കെട്ടാണ്. സ്കൂളിന് മുമ്പിലൊക്കെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട്. കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് കണ്ട് സ്കൂൾ അധികൃതർ തന്നെ സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ മേഖലയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടും മറ്റു ദുരിതങ്ങളും തുടരുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൽ 2 പേരെ പുഴയിൽ കാണാതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഒരാളുടെ മൃതദേഹം കണ്ണൂർ പാലപ്പുഴ മേഖലയിൽ കണ്ടെത്തിയതായി വിവരമുണ്ട്. അവിടേക്ക് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ തന്നെ ഈ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്.
മറ്റൊരാളെ കുറിച്ച് ഇനിയും വിവരം ലഭിച്ചിട്ടില്ല. കാരണം രണ്ടുപേരാണ് ഇന്നലെ കാണാതായത്. ഒരു അത്തോളി സ്വദേശിയും അതുപോലെ തന്നെ ഒരു കാഞ്ഞങ്ങാട് സ്വദേശിയും, അങ്ങനെ രണ്ടുപേരാണ് കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തി പുഴയിൽ കാണാതായത്. അവരിൽ ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയെന്ന ഒരു വിവരം ലഭിക്കുന്നത്. അനിൽ നമ്പ്യാർ.